ഇന്നത്തെ ക്ലാസ്സിൽ സപ്തസ്വരങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് എപ്രകാരമാണ് വയലിനിൽ വായിക്കുക, അതിൻ്റെ ഫിംഗറിങ്ങിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് വയലിനിൽ സപ്തസ്വരങ്ങൾ വായിക്കുക എന്നുള്ളത്. ഒരു 10 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഈ ക്ലാസ് ഇട്ടിട്ടുള്ളത്. നിങ്ങളിത് ശ്രദ്ധിച്ച് പഠിക്കുക. സപ്തസ്വരങ്ങൾ ആണ് കർണാടക സംഗീതത്തിൽ ആദ്യമായി പഠിക്കുവാനുള്ളത്. വയലിനിലായാലും ഈ സപ്തസ്വരങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. 72 മേളകർത്താരാഗ പദ്ധതിയിലെ 15ാമത്തെ മേളകർത്താരാഗമായ മായാമാളവ ഗൗളയിലാണ് എല്ലാ തുടക്കക്കാരും പഠിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഫിംഗറിങ് കറക്റ്റാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൈയുടെ പൊസിഷനും എല്ലാം വളരെ കൃത്യമായിരിക്കണം. അങ്ങനെ കറക്റ്റായിട്ട് വിരലുകൾ അതുപോലെ കൈയുടെ പൊസിഷൻ ഒക്കെ വെച്ച് പഠിക്കുന്നവർക്ക് തുടർന്നുള്ള പഠനത്തിൽ അവരുടെ തുടർന്നുള്ള സംഗീതത്തിലും അതിൻ്റെ മികവ് ഉണ്ടാവും. നമുക്ക് എങ്ങനെയാണ് സപ്തസ്വരങ്ങൾ വായിക്കുന്നത് എന്ന് നോക്കാം. ഇപ്രകാരം ഇടത് കൈ കൊണ്ട് നിങ്ങൾ ഈ ബോയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം വലത് കൈ ഈ ഭാഗത്ത് ഇങ്ങനെ മുകളിലേക്ക് അല്പം ചരിച്ച് വയ്ക്കുക. ഇങ്ങനെ നേരെയായി പോകാതെ മുകളിലേക്ക് ചരിച്ചു വെച്ചതിന് ശേഷം കുഞ്ഞു വിരൽ ആ ബോയുടെ മുകളിൽ കുത്തിവെക്കുക. അതിനുശേഷം ഇപ്രകാരം തള്ളവിരൽ ഈ ഒരു രീതിയിൽ പിടിക്കണം. അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ ചൂണ്ടുവിരലിൻ്റെ അടുത്തേക്ക് തള്ളവിരൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിനാണ്. അതുപോലെ ഏറ്റവും താഴെ പിടിച്ചാലും ബോ പിടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ നടുക്ക് ഭാഗത്ത് വയ്ക്കുക. ഈ കുഞ്ഞു വിരൽ വിട്ട് കഴിഞ്ഞാൽ അതിന് താഴേക്ക് ബോ പോകും. അതൊരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ബോ പിടിക്കേണ്ടത്. വളരെ കൃത്യമായി തന്നെ ബോ ഇപ്രകാരം പിടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഇങ്ങനെ തന്നെ ബോ ഹോൾഡ് ചെയ്യാൻ പഠിക്കുക. ആദ്യം ഒന്നാമത്തെ സ്ട്രിങ്ങും രണ്ടാമത്തെ സ്ട്രിങ്, ഏറ്റവും കനം കുറഞ്ഞ സ്ട്രിങ്ങാണ് ഒന്നാമത്തത് എന്ന് നമ്മൾ പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്. ഇവിടെ നിന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കനം കുറഞ്ഞതാണ്. തൊട്ടടുത്തുള്ള സ്ട്രിങ്ങാണ് സെക്കൻഡ് സ്ട്രിങ്. ഈ സെക്കൻഡ് സ്ട്രിങ്ങിലാണ് നമുക്ക് സപ്തസ്വരങ്ങൾ ആരംഭിക്കേണ്ടത്. അതായത് സ രി ഗ മ എന്ന് തുടങ്ങുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. പധനിസ ഫസ്റ്റ് സ്ട്രിങ്ങിലും വായിക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഫിംഗറിങ്, ഇടത് കൈയുടെ ഫിംഗറിങ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ വയലിൻ ഇങ്ങനെ കാലിൽ വെച്ചതിന് ശേഷം ചൂണ്ടുവിരൽ സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഏറ്റവും താഴെ, ഇവിടെ ഒരു സ്ട്രിങ് ഉയർത്തി നിർത്തുവാനുള്ള ഒരു കട്ടയുണ്ട്. കട്ടയുടെ തൊട്ട് മുകളിലായിട്ട് ചൂണ്ടുവിരൽ വയ്ക്കുക. അതിന് മുകളിലായിട്ട് ഇത്രയും ഹൈറ്റ് വേണം. ഇത് പ്രാക്ടീസിലൂടെയാണ് നമുക്ക് ആ സ്വരസ്ഥാനം മനസ്സിലാകുക. സാധാരണ വീണയ്ക്കും ഗിറ്റാർ തുടങ്ങിയ ഉപകരണങ്ങൾക്കെല്ലാം ഈ സ്വരസ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വയലിനിൽ അതില്ലാത്തത് കൊണ്ട് പ്രാക്ടീസിലൂടെയാണ് ഇതിൻ്റെ സ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലാവുക. ഗ ഇത്രയും ഉയരത്തിൽ വയ്ക്കുക, മ അതിനോട് ചേർത്ത് വയ്ക്കുക, ഇപ്രകാരം ചേർത്ത് വയ്ക്കുക. അപ്പോൾ സ രി ഗ മ എന്നാണ് നമ്മൾ വിരലുകൾ വെച്ചിരിക്കുന്നത്. സ എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിൽ വരില്ല. രി എന്ന് പറയുന്നത് ഏറ്റവും താഴെ വയ്ക്കുന്നു. ഗ സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഇത്രയും ഹൈറ്റിൽ വയ്ക്കുന്നു. മ അതിനോട് ചേർത്ത് വയ്ക്കുന്നു. ഇവിടെ ഇടയ്ക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല, ചേർന്നിരിക്കണം. ഇങ്ങനെയാണ് വിരലുകൾ നമുക്ക് വെച്ച് വായിക്കാനുള്ളത്. അതുപോലെ തന്നെ തള്ളവിരൽ ഈ ഭാഗത്ത് നമ്മൾ ഇപ്രകാരം വയ്ക്കണം. തള്ളവിരൽ ഇങ്ങനെ താഴോട്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ ഭാഗം, നമ്മുടെ കൈയുടെ ഈ ഭാഗം ഇങ്ങനെ നെക്കിനോട് അടുത്ത് വരും. നെക്കിന് ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നത് പോലെ ആയിപ്പോകും. അങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെ താഴോട്ടിരിക്കണം നമ്മുടെ ഈ ഭാഗം. അപ്പോൾ ഈ വിരൽ എന്തുകൊണ്ടും അനുയോജ്യം കുറച്ച് മുകളിലേക്ക് വയ്ക്കുന്നതാണ്. ഇപ്രകാരം പിടിച്ചതിന് ശേഷം ഈ 3 വിരലുകളും നിങ്ങൾ ഉയർത്തുക. തള്ളവിരൽ അനക്കണ്ട, അതവിടെ തന്നെ ഇരുന്ന് കൊള്ളട്ടെ. ഇനി ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ബോ പിടിച്ചുകൊണ്ട് ബോയുടെ ഇവിടം മുതൽ ഇങ്ങേ
അറ്റം വരെ നിങ്ങൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ വായിക്കണം. തിരിച്ചും ഇങ്ങനെ വായിക്കുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സ്പീഡ് ഒരുപോലെ ആയിരിക്കണം. സ്പീഡ് കൂടാനും കുറയുവാനും പാടില്ല. അപ്പോൾ തിരിച്ചും അതായത് ഇങ്ങനെ വായിക്കുമ്പോൾ ഫുൾ ബോ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ചും സെക്കൻഡ് സ്ട്രിങ്ങിൽ വായിക്കുമ്പോൾ ഒന്നാമത്തെ കമ്പിയിൽ മൂന്നാമത്തെ കമ്പിയിലും ബോ ടച്ച് ചെയ്യാതെ വളരെ ശ്രദ്ധപൂർവ്വം വായിച്ച് പഠിക്കണം. തിരിച്ചും ഒരു 19 പ്രാവശ്യം നിർത്താതെ അങ്ങ് വായിക്കുക. അങ്ങനെ ആയിക്കഴിയുമ്പോൾ തന്നെ ബോ ഒരു ബാലൻസ് ആവും. അതിനുശേഷം ചൂണ്ടുവിരൽ ഈ രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ഏറ്റവും താഴെ, രണ്ടാമത്തെ സ്ട്രിങ്ങിൽ നമ്മൾ സാ വായിച്ച് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരുപാട് പ്രാവശ്യം വായിച്ച് പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ഏറ്റവും താഴെ ചൂണ്ടുവിരൽ വെച്ചിട്ട് ഇരി വായിക്കുന്നത് നമുക്ക് മുകളിലേക്ക് വായിക്കാം. സാ താഴേക്കും ഇരി മുകളിലേക്കുമാണ്. അപ്പോൾ ഇരി ചൂണ്ടുവിരൽ ഈ കട്ടയുടെ തൊട്ട് മുകളിലായി ഇങ്ങനെ താഴെ വയ്ക്കുക. കൂടി പോകരുത്. ഏറ്റവും താഴെ വെച്ചതിന് ശേഷം അപ്പോൾ സാ താഴോട്ടും ഇരി മുകളിലോട്ടും അങ്ങനെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതും ഒരുപാട് പ്രാവശ്യം വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഈ പറഞ്ഞതുപോലെ 50 100 എത്ര പ്രാവശ്യം വായിച്ചാലും നല്ലത് തന്നെയാണ്. ഇങ്ങനെ ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെ പല പ്രാവശ്യം വായിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ 2 3 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം സപ്തസ്വരങ്ങൾ വായിച്ച് പഠിക്കുവാൻ. എങ്ങനെയാണ് സപ്തസ്വരങ്ങൾ വായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നേരത്തെ പഠിച്ചതുപോലെ സാ താഴേക്ക് വായിക്കണം. അടുത്തതായി നേരത്തെ നമ്മൾ വായിച്ച രി വായിക്കുന്നു. അതിനുശേഷം മിഡിൽ ഫിംഗർ ഈ ഒരു ഹൈറ്റിൽ, അതായത് നമുക്ക് വീണ പോലെയോ അല്ലെങ്കിൽ ഗിറ്റാർ പോലെയോ ഒന്നും വയലിനിലെ ഈ സ്വരസ്ഥാനം അടയാളപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ഗ എന്ന് പറയുന്നത് നമ്മൾ ശബ്ദം കേട്ടാണ്, ശബ്ദം മനസ്സിലാക്കിയാണ് ഈ വിരൽ അതിൻ്റെ സ്ഥലം മനസ്സിലാക്കിയാണ് നമ്മൾ വെക്കേണ്ടത്. അത് ക്രമേണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇതാണ് ആ ഗായുടെ ശബ്ദം. അങ്ങനെ ആ ശബ്ദത്തിലൊന്നും വരാതെ ഈ ശബ്ദം കേൾക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് മായുടെ വിരൽ വയ്ക്കുന്നു. മാ എന്ന് പറയുന്നത് ഈ റിംഗ് ഫിംഗറാണ്, മോതിര വിരൽ. ഈ ഗായുടെ ഈ നടുവിരലിനോട് ചേർത്ത് വയ്ക്കണം. ഒട്ടും ഗ്യാപ്പ് ഇടയ്ക്ക് വരാതെ വെച്ചിട്ട് അപ്പോൾ സാ എന്ന് പറയുന്ന അക്ഷരം താഴോട്ടാണ്. രി മുകളിലോട്ട്, ഗ കുറച്ചുകൂടെ മുകളിലേക്ക്, അതിനുശേഷം മ അതിനോട് ചേർത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ
സെക്കൻഡ് സ്ട്രിങ്ങിൽ വായിച്ച അതുപോലെ തന്നെ ഒന്നാമത്തെ സ്ട്രിങ്ങിൽ നമുക്ക് വായിക്കാം. ഇനി ചൂണ്ടുവിരൽ ഏറ്റവും താഴെ. നേരത്തെ ഗ വെച്ച അതേ ഹൈറ്റിൽ, സെക്കൻഡ് സ്ട്രിങ്ങിൽ വെച്ച അതേ ഹൈറ്റിൽ തന്നെ നീ. സ നേരത്തതുപോലെ തന്നെ ചേർത്ത് വയ്ക്കണം. ഇത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിച്ച് കാണിക്കാം. ചൂണ്ടുവിരൽ ഏറ്റവും താഴെ. ഗ. മ അതിനോട് ചേർത്ത്. അടുത്തതായി പ എന്ന് പറയുന്ന അക്ഷരം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ധ എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണ്. അതായത് ഇരി വെച്ചതുപോലെ തന്നെ ഈ കട്ടയുടെ തൊട്ട് മുകളിലായിട്ട് നീ. സാധനോട് ചേർത്ത്. അപ്പോൾ ഇങ്ങനെ ആദ്യം മുതൽ വെച്ച വിരലുകൾ അവിടെ തന്നെ ഇരിക്കണം. ഓരോ അക്ഷരം കഴിയുമ്പോഴും താഴത്തെ വിരലുകൾ ഇങ്ങനെ എടുത്ത് വായിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് ചൂണ്ടുവിരൽ ഏറ്റവും താഴെ. അടുത്തത് മ. അടുത്തതായി പ. അടുത്തതായി ചൂണ്ടുവിരൽ ധ. അടുത്തത് നീയുടെ വിരലാണ്. സ. ഇനി തിരിച്ച് അവരോഹണം വായിക്കുക. അടുത്തതായി മ. രണ്ട് വിരൽ ഒരുമിച്ച് വയ്ക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു വിരലായിട്ട് ഇങ്ങനെ വയ്ക്കരുത്, രണ്ട് വിരലും കൂടി. ഇത്രയും വായിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചൂണ്ടുവിരൽ താഴെ വയ്ക്കുന്നു. ഗ എടുക്കുകയും വേണം. ഇങ്ങനെ ഫുൾ ബോയിൽ പല പ്രാവശ്യം വായിച്ച് പഠിച്ചതിന് ശേഷം വേണം നമുക്ക് ഇത് താളത്തിലേക്ക് കൊണ്ടുവരുവാൻ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. സപ്തസ്വരങ്ങൾ എങ്ങനെയാണ് താളത്തിൽ വായിക്കുക എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.